WatchOS 26 ഈ ഒരു വട്ടം വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഡിസൈൻ റീചേഞ്ച് ഓവർഹോളാണ് ആപ്പിൾ വാച്ചിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു അപ്ഡേഷനിൽ കുറേയധികം മാറ്റമാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നമുക്ക് സംസാരിക്കാം. WatchOS സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസും ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് അപ്ഡേഷനും ടിപ്സും ട്രിക്സും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. സോ ദിസ് ഇസ് യുബിൻ സേവിയ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഏറ്റവും ആദ്യം നമുക്ക് വന്നിരുന്ന ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റിന് സ്റ്റാർട്ട് ചെയ്യാം. നേരെ നമ്മുടെ ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ എടുക്കാം. നോട്ടിഫിക്കേഷൻ എടുക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു വാച്ച് ഫേസിൻ്റെ ആ ഒരു ഫോട്ടോയുടെ ഡെപ്ത് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഉള്ളിൽ കൂടെ വന്നിരിക്കുന്നത്. അതോടൊപ്പം എൻ്റെ ആ ഒരു ഷർട്ടിൻ്റെ റിഫ്ലക്ഷൻ ഈ ഓരോ നോട്ടിഫിക്കേഷനിലേക്കും കറക്റ്റായിട്ട് ആ ഒരു ഡെപ്ത് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രമാത്രം ഡീറ്റെയിലിംഗ് ആപ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ കൺട്രോൾ സെൻറ്ററിലും ആ ഒരു ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റ് കറക്റ്റായിട്ട് ആപ്പിലൂടെ കൊണ്ടുവന്നുണ്ട്. ഈ ഓരോ കൺട്രോൾ സെൻറ്ററിൻ്റെയും ബാക്കിലൂടെ എൻ്റെ ഷർട്ടിൻ്റെ ആ ഒരു ഡെപ്തും ഷാഡോയും നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് ഈ ഒരു വാച്ച് ഫേസിലും ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റ് ഈ ഒരു വാച്ച് ഫേസിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു വാച്ച് ഫേസിൻ്റെ കൂടെ തന്നെ ആപ്പിൾ 2 പുതിയ അഡീഷണൽ വാച്ച് ഫേസും ആപ്പിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യാം, എന്നിട്ട് പുതിയൊരു വാച്ച് ഫേസ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ 2 പുതിയ വാച്ച് ഫേസ് ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ആദ്യം വരുന്നത് ഫ്ലോ എന്ന് പറയുന്ന വാച്ച് ഫേസ് ആണ്. രണ്ടാമത്തത് ഈ പറയുന്ന എക്സ്ട്രോഗ്രാഫ് എന്ന് പറയുന്ന വാച്ച് ഫേസും. താഴത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഫോട്ടോസിൽ പുതിയ മാറ്റങ്ങളും അതേപോലെ ബാക്കി ഉണ്ടായ ആ ഓരോ വാച്ച് ഫേസും കാണാൻ പറ്റും. നമുക്ക് ആദ്യം ഈ പറഞ്ഞ ഫ്ലോ എന്ന് പറഞ്ഞ വാച്ച് ഫേസ് ആഡ് ചെയ്യാം. ജസ്റ്റ് വാച്ച് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറയുന്ന വാച്ച് ഫേസിൽ 2 ടൈപ്പ് ഫേസ് ആണ് വന്നിരിക്കുന്നത്. ഒന്ന് ഇതേപോലെ ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റിൽ വന്നിരിക്കുന്ന വാച്ച് ഫേസും, രണ്ടാമത് ഇതേപോലത്തെ ഒരു വാച്ച് ഫേസും. ഇനി ഈ പറഞ്ഞ വാച്ച് ഫേസിൽ നമുക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടോ നോക്കാം. ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ആണ്. ബാക്ക്ഗ്രൗണ്ട് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. അടുത്തതാണ് കളേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഡിഫറെൻറ്റ് കളർ ഓപ്ഷൻസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഓരോ കളേഴ്സും നിങ്ങളുടെ ഈ പറഞ്ഞ ഔട്ട് വെയറും അതേപോലെ വാച്ചിൻ്റെ സ്ട്രാപ്പും അനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ആവുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ഗ്രേ അല്ലെങ്കിൽ ഈ പറഞ്ഞ സിൽവർ ഇടാം. സിൽവർ ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാണ്. ആഡ് ചെയ്തപ്പോൾ ഈ ഒരു വാച്ച് ഫേസ് നമുക്ക് വന്നിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ വാച്ച് എങ്ങോട്ടാണ് തിരിക്കുന്നത് ആ ഓരോ തിരിക്കുന്ന റൊട്ടേഷൻ അനുസരിച്ച് ഈ പറഞ്ഞ വാച്ച് ഫേസിൻ്റെ ഉള്ളിൽ ആ ലിക്വിഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ഡിവൈസിൻ്റെ ജൈറോസ്കോപ്പും അതേപോലെ മൾട്ടിപ്പിൾ സെൻസസ് യൂസ് ചെയ്താണ് ഈ ഒരു കാര്യം വർക്ക് ചെയ്യുന്നത്. അടുത്തൊരു വാച്ച് ഫേസാണ് എക്സ്ട്രോഗ്രാഫ് എന്ന് പറയുന്നത്. ജസ്റ്റ് അടുത്തൊരു വാച്ച് ഫേസ് എടുക്കാം. നമുക്ക് ഈ പറഞ്ഞ വാച്ച് ഫേസ് എടുക്കാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് താഴത്തേക്ക് പോകുമ്പോൾ എക്സ്ട്രോഗ്രാഫ് എന്നുണ്ട്, അത് നമുക്ക് ആഡ് ചെയ്യാം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസും കോംപ്ലിക്കേഷൻസും നമുക്ക് വരുന്നുണ്ട്. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമാണ് നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ വരുന്നത്. രണ്ടാമത്തെ സ്റ്റൈലാണ്. ഈ പറഞ്ഞ ക്ലോസ്ഡ് ഉണ്ട്, ഓപ്പൺ 1, ഓപ്പൺ 2 എന്നിങ്ങനെ 3 സ്റ്റൈലുകളും നമുക്ക് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ കളേഴ്സും നമുക്ക് വരുന്നുണ്ട്. ഈ പറഞ്ഞ മൾട്ടിപ്പിൾ കളേഴ്സ് നമുക്ക് ആക്സസ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് സ്റ്റൈൽ 1 ആണ് നിങ്ങൾ എടുക്കുന്നത്, അതായത് ഈ പറഞ്ഞ ക്ലോസ്ഡ് ആണ് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കോംപ്ലിക്കേഷൻസിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. സ്റ്റൈൽ 2 or 3 ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻ ആക്സസ് ചെയ്യാൻ പറ്റില്ല. കോംപ്ലിക്കേഷൻ ആക്സസ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ സ്റ്റൈൽ 1 എടുത്താൽ മാത്രമാണ് ആക്സസ് ചെയ്യുക. ഞാൻ ഇവിടെ ഈ പറയുന്ന ഒരു വാച്ച് ഫേസ് എടുത്തു. സ്റ്റൈൽ 2 ആണ് ഞാനിവിടെ ആക്സസ് ചെയ്യുന്നത്. ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്തു. ഞാൻ ഈ ഒരു വാച്ച് ഫേസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സെക്കൻഡ് സൂചിയും മിനിറ്റും അവറും കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ചെറിയൊരു മൊമെൻ്റ് ഉള്ളതും നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് ഇനി ഈ പറഞ്ഞ സ്ക്രീനിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ അത് ക്ലോസ്ഡ് ആയി, ഒന്നുകൂടെ ടാപ്പ് ചെയ്യുമ്പോൾ ഓപ്പൺ 1 ആയി, ഒന്നുകൂടെ ടാപ്പ് ചെയ്യുമ്പോൾ ഓപ്പൺ 2 ആയി. ഇങ്ങനെ ഓരോ ടാപ്പിലും ഈ പറയുന്ന വാച്ച് ഫേസ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അടുത്ത് വന്നിരിക്കുന്ന ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഡിജിറ്റൽ ക്രൗൺ പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു വാച്ച് ഫേസിൽ ചെറിയൊരു മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഒരു ചെറിയ ഒരു ഡീറ്റെയിലിംഗ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇത് ഡിജിറ്റൽ ക്രൗണിൽ മാത്രമല്ല നമ്മുടെ കൺട്രോൾ സെൻറ്ററിൽ നിൽക്കുമ്പോഴും ആ ഒരു മാറ്റം നിങ്ങൾക്ക് കണ്ടോ. ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഒരു ആനിമേഷൻ ഇവിടെ പോപ്പ് ആവുന്നുണ്ട്. നമ്മൾ ഡിജിറ്റൽ ക്രൗൺ പ്രസ് ചെയ്യുമ്പോഴും ആ ഒരു ചെറിയ ഡീറ്റെയിലിങ്ങും ആപ്പിൾ ഇവിടെ കറക്റ്റായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്ത വന്ന ചേഞ്ച് ആണ് റിസ്റ്റ് ഫ്ലിക്ക് എന്ന് പറയുന്നത്. ഇത് സെലക്റ്റഡ് ആയ ആപ്പിൾ വാച്ചസിൽ മാത്രമാണ് നമുക്ക് ലഭിക്കുക. ഇത് ആക്സസ് ചെയ്യണമെങ്കിൽ നേരെ നമ്മുടെ ഈ പറഞ്ഞ സെറ്റിങ്സിലേക്ക് പോകാം. സെറ്റിങ്സിൽ ഗസ്റ്റേഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് ഗസ്റ്റേഴ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡബിൾ ടാപ്പും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ റിസ്റ്റ് ഫ്ലിക്ക് എന്ന ഓപ്ഷനും വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ റിസ്റ്റ് ഫ്ലിക്ക് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് നമ്മുടെ കയ്യിൽ വാച്ച് നിൽക്കുമ്പോൾ ജസ്റ്റ് ഇതേപോലെ ഞാൻ ഫ്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന എന്ത് നോട്ടിഫിക്കേഷൻ ആയാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ആ ഒരു കൺട്രോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് കയ്യിൽ നിറച്ച് കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ റിസ്റ്റ് ഫ്ലിക്ക് എന്ന ഓപ്ഷൻ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും.
അടുത്ത വന്ന ചേഞ്ച് ആണ് ഓട്ടോമാറ്റിക് വോളിയം അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ വാച്ച് ആംബിയൻ നോയ്സ് അനുസരിച്ച് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ സൗണ്ട് എനേബിൾ ചെയ്യും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഒരു ലൈബ്രറി പോയിരിക്കുകയാണ്. ലൈബ്രറി പോയിരിക്കുമ്പോൾ ആ ഒരു എൻവയോൺമെൻറ്റും അതിൻ്റെ ചുറ്റുപാടുള്ള സൗണ്ട് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്ത് നമുക്ക് വരുന്ന ഇൻകമിംഗ് കോളും നോട്ടിഫിക്കേഷൻസും ഈ പറയുന്ന സൗണ്ട് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞായിരിക്കും വരുന്നത്. നേരെ മറിച്ച് നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല സൗണ്ടുള്ള സ്ഥലത്ത് ഇപ്പോൾ ഉത്സവത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കൊക്കെ പോകുമ്പോൾ മാക്സിമം സൗണ്ട് നല്ല രീതിക്ക് കൂട്ടിയായിരിക്കും ഈ പറയുന്ന ഇൻകമിംഗ് കോളും അതേപോലെ നോട്ടിഫിക്കേഷൻസും നമുക്ക് വരാൻ പോകുന്നത്. ആ ഒരു ഓപ്ഷനാണ് ഓട്ടോമാറ്റിക് വോളിയം അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിന് നേരെ നമ്മുടെ ഈ പറഞ്ഞ സെറ്റിങ്സ് എടുക്കാം. സെറ്റിങ്സിൽ ഈ പറയുന്ന താഴത്തേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും സൗണ്ട് ആൻഡ് ഹാപ്റ്റിക്സ് എന്നുള്ള സാധനം ഉണ്ടാവും. ആ ഒരു സൗണ്ട് ആൻഡ് ഹാപ്റ്റിക്സിൽ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴാണ് ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് വോളിയം അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റുന്നത്. ആ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് എനേബിൾ ചെയ്യാവുന്നതാണ്. അടുത്തതാണ് സ്മാർട്ട് സ്റ്റാക്ക് ഹിൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ ആപ്പിൾ വാച്ച് ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന ആവശ്യങ്ങളനുസരിച്ച് ഇവിടെ ചെറിയൊരു സ്മാർട്ട് സ്റ്റാക്ക് ഹിൻഡ് തരും. ഇപ്പോൾ ഡെയിലി ഞാനൊരു 7 മണിക്ക് ജിമ്മിൽ പോകുന്നൊരു വ്യക്തിയാണെന്ന് കരുതുക. അതോടൊപ്പം 7:00 ഞാൻ വർക്കൗട്ട് ചെയ്യും, അല്ലെങ്കിൽ 7:15 ഞാൻ വർക്കൗട്ട് ചെയ്യുന്നതാണെങ്കിൽ കറക്റ്റ് ആ ഒരു സമയവും റുട്ടീനും അനുസരിച്ച് ഇവിടെ ചെറിയ ഒരു പോപ്പപ്പ് നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ജിമ്മിൽ മാത്രമല്ല ഈ പറയുന്ന ക്യാമറ ആക്സസ് ചെയ്യാണ്. ക്യാമറ ആക്സസ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ചെറിയൊരു പോപ്പപ്പ് വന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് എൻ്റെ ഫോണിൻ്റെ ക്യാമറ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് ടാപ്പ് ചെയ്യുക. എൻ്റെ ഈ പറഞ്ഞ സ്മാർട്ട് സ്റ്റാക്സിലേക്ക് പോയിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ വാച്ച് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ഈ പറയുന്ന ഫോണിൻ്റെ ക്യാമറ കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഇതേപോലെ തന്നെ നിങ്ങളുടെ സ്മാർട്ട് സ്റ്റാക്സ് ഈസി ആയിട്ട് വാച്ചിൽ ആക്സസ് ചെയ്യാനാണ് ഈ ഒരു ഹിൻഡ് വരുന്നത്. ഇത് എനേബിൾ ചെയ്യണമെങ്കിൽ നേരെ സെറ്റിങ്സിലേക്ക് പോകാം. സ്മാർട്ട് സ്റ്റാക്സ് എന്ന ഓപ്ഷൻ എടുക്കാം. രണ്ടാമത് കാണുന്ന വിജിറ്റ് സജഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സ്മാർട്ട് സ്റ്റാക്സ് ഹിൻഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇത് എനേബിൾ ആണെന്ന് ഉറപ്പുവരുത്തുക. എനേബിൾ ആയാൽ മാത്രമാണ് ഇതേപോലെ നമ്മുടെ ഐഫോണിൽ ക്യാമറ ആക്സസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൺട്രോൾ ഈസി ആയിട്ട് നമ്മുടെ വാച്ചിലും നമുക്ക് ലഭിക്കുക. അടുത്തതാണ് കൺട്രോൾ സെൻറ്റർ എന്ന് പറയുന്നത്. ഈ ഒരു വട്ടം WatchOS 26 ലിമിറ്റ്ലെസ് ആയിട്ടുള്ള കൺട്രോൾ ഓപ്ഷൻസ് ആണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. കൺട്രോൾ സെൻറ്റർ നമുക്ക് ആക്സസ് ചെയ്യാം. താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഇന്നേ വരെ നമ്മുടെ വാച്ചിൽ കാണിക്കുന്നത് കുറേയധികം ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ആൻഡ് തൊട്ട് താഴത്ത് നമുക്ക് ഇവിടെ എഡിറ്റ് എന്നൊരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പൊക്കത്ത് ഒരു പ്ലസ് ബട്ടൺ നമുക്ക് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന മൾട്ടിപ്പിൾ ഓപ്ഷൻസ് നമുക്ക് ആക്സസ് ചെയ്യാൻ വരുന്നത്. ഇവിടെ ക്യാമറ കൺട്രോൾ നമുക്ക് വരുന്നുണ്ട്, നോട്ട് ആപ്പ് നമുക്ക് വരുന്നുണ്ട്. നോട്ട് ആപ്പ് നമുക്ക് എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. സോ അതിൻ്റെ താഴെ തന്നെ റിമൈൻഡറിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്, ആക്സസറീസിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. അതോടൊപ്പം സെറ്റിങ്സിൽ തന്നെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻ ആൻഡ് കുറേയധികം ആപ്ലിക്കേഷൻസിൻ്റെ കൺട്രോളും ഇവിടെ വരുന്നുണ്ട്. ഈ പറഞ്ഞ ഓരോ ആപ്ലിക്കേഷൻസും നോട്ടിഫിക്കേഷൻസും നിങ്ങളുടെ ആവശ്യമനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ഷോർട്ട് കട്ട് ആപ്പും വരുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു ഓട്ടോമേഷൻ നിങ്ങളുടെ സ്മാർട്ട് ഹോം ആക്സസറീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് കട്ടിൽ എനേബിൾ ചെയ്യാനും ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു ഷോർട്ട് കട്ട് ആപ്പിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യാം. നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാവുന്നതാണ്. സോ ഇനി മുതൽ നിങ്ങൾക്ക് WatchOSൽ ലിമിറ്റ്ലെസ് ആയിട്ടുള്ള ഈ ഓരോ കൺട്രോൾസും ആഡ് ചെയ്യാവുന്നതാണ്. അടുത്ത ചേഞ്ചാണ് വർക്കൗട്ട് എന്ന് പറയുന്നത്. യെസ്, WatchOSൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും വർക്കൗട്ടിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ വർക്കൗട്ട് ആപ്പിലേക്ക് എടുക്കാം. ഇവിടെ ഒരു പുതിയ റീഡിസൈനാണ് വർക്കൗട്ട് ആപ്പിൽ വന്നിരിക്കുന്നത്. കുറച്ചധികം പുതിയ ഓപ്ഷൻസും അതേപോലെ ഡിസൈൻ ചേഞ്ചും വന്നിട്ടുണ്ട്. ഏറ്റവും ആദ്യം നമുക്ക് പൊക്കത്ത് ഈ കാണുന്ന ലെഫ്റ്റ് ടോപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മെട്രിക്സും അതേപോലെ ലേ ഔട്ടും സെലക്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഞാനിവിടെ സെലക്ട് ചെയ്യുമ്പോൾ വർക്കൗട്ട് വ്യൂ വന്നിട്ടുണ്ട്. ഈ ഓരോ വർക്കൗട്ട് വ്യൂയിലും നിങ്ങൾക്ക് ആവശ്യമുള്ള മെട്രിക്സ് ആഡ് ചെയ്യാൻ പറ്റും. താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ മെട്രിക്സ് 1 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ലേ ഔട്ടും കാണിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് അത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ഓപ്ഷൻസ് ആണ് നിങ്ങളുടെ വർക്കൗട്ടിൽ കാണിക്കേണ്ടത്, ഏതൊക്കെ ഓപ്ഷൻസ് നിങ്ങൾക്ക് വേണ്ട എന്നുള്ള കാര്യങ്ങളും കറക്റ്റായിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് മെട്രിക്സ് 1. ഇനി നമുക്ക് മെട്രിക്സ് 2ലേക്ക് നോക്കാം. മെട്രിക് 2ലേക്ക് നോക്കുമ്പോൾ ഈ കാര്യങ്ങളാണ് നമുക്ക് കാണിക്കുന്നത്. താഴത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയ ഓപ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇവിടെ കൊടുക്കുന്നുണ്ട്. ഹാർട്ട് റേറ്റ് സോൺ നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാം. അത് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം. അതോടൊപ്പം നിങ്ങൾക്ക് ഇവിടെ സെഗ്മെൻറ്റിലും കുറേയധികം ഓപ്ഷൻസ് വരുന്നുണ്ട്. സ്പ്ലിറ്റ് എന്നുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് ഈ പറഞ്ഞ വർക്കൗട്ടിൻ്റെ എന്തൊക്കെ മെട്രിക്സ് വ്യൂ ആണ് ആഡ് ചെയ്യേണ്ടത്
അത് കറക്റ്റ് നിങ്ങളുടെ ആവശ്യമനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം ഈ പറയുന്ന മെട്രിക്സിൽ ഓരോ കാര്യങ്ങളും ഓരോ ഡിഫറെൻറ്റ് വർക്കൗട്ട് അനുസരിച്ച് ചേഞ്ച് ആവും. അടുത്താണ് ടോപ്പ് റൈറ്റിൽ കാണുന്ന ഈ ഒരു സ്പ്ലിറ്റ് ബട്ടൺ എന്ന് പറയുന്നത്. ഇവിടെ ഗോൾസ് ആൻഡ് ടാർഗറ്റ്സ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ട ഗോൾസും കസ്റ്റമൈസ് ആയിട്ടുള്ള ടാർഗറ്റ്സും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് ഈ പറയുന്ന ബോട്ടം റൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ സിമ്പിളാണ് കാണിക്കുന്നത്. അത് നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ വർക്കൗട്ട് ബഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വർക്കൗട്ട് ബഡിയും അലേർട്ടും എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓരോ കിലോമീറ്റർ റൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ കിലോമീറ്റർ വാക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പ്ലിറ്റും കിലോമീറ്റേഴ്സും പേസും നമുക്ക് പറയുമായിരുന്നു. ഇവിടെ ആപ്പിൾ ഇൻ്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വർക്കൗട്ട് ബഡി ആക്സസ് ചെയ്യാം. നിങ്ങളുടെ ഒരു വർക്കൗട്ട് കമ്പാനിയൻ എന്നുള്ള രീതിയിലായിരിക്കും ഈ പറഞ്ഞ വർക്കൗട്ട് ബഡി ആക്ട് ചെയ്യാൻ പോകുന്നത്. 3 വോയിസിലാണ് വർക്കൗട്ട് ബഡി നമുക്ക് ലഭിക്കുന്നത്. ജസ്റ്റ് വർക്കൗട്ട് ബഡിയിൽ ടാപ്പ് ചെയ്യാം. ജസ്റ്റ് അടുത്ത വോയിസ് നോക്കാം. നെക്സ്റ്റ് വോയിസ്, വോയിസ് 1. ഇങ്ങനെ 3 വോയിസും നമുക്ക് വർക്കൗട്ട് ബഡിയിൽ ലഭിക്കുന്നുണ്ട്. താഴത്തേക്ക് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെയാണ് ഈ പറഞ്ഞ വർക്കൗട്ട് ബഡിയിൽ കാണിക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അലേർട്ടിൽ ഹാർട്ട് റേറ്റ്, ടൈം, സ്പ്ലിറ്റ്, അതേപോലെ പല കാര്യങ്ങളും ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഓപ്ഷനും നമ്മുടെ വർക്കൗട്ട് ബഡിയിൽ വരുന്നുണ്ട്. ഏറ്റവും അവസാനം ഈ പറഞ്ഞ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബോട്ടം ഓപ്ഷൻ നോക്കുമ്പോൾ മീഡിയ കൺട്രോൾസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന മീഡിയ കൺട്രോൾ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ടാപ്പ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് പിക്ക് ഫോർ യു അതേപോലെ ചൂസ് മീഡിയ എന്നുണ്ട്. നിങ്ങൾക്ക് ചൂസ് മീഡിയ ആണെങ്കിൽ ഏതാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ട പാട്ട് അല്ലെങ്കിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ട പ്ലേലിസ്റ്റ് എന്നുള്ളത് കറക്റ്റായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ എവിക്കയുടെ വർക്കൗട്ട് പ്ലേലിസ്റ്റ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അത് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു മേജർ മാറ്റമാണ് പുതിയ ഒരു നോട്ട് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. യെസ്, വാച്ച് ഓയ്സിൽ ആദ്യമായിട്ട് ഇപ്പോൾ നമുക്കൊരു നോട്ട് ആപ്പ് അവൈലബിൾ ആയിട്ടുണ്ട്. ഏറ്റവും താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ നമ്മുടെ ഐഫോണിലുള്ള സെയിം നോട്ട് ആപ്ലിക്കേഷൻ കാണാൻ പറ്റും. അത് ജസ്റ്റ് നമുക്ക് ടാപ്പ് ചെയ്യാം. ഐഫോണിലുള്ള സെയിം എല്ലാ കോണ്ടന്റുകളും ബാക്കി ഡീറ്റെയിൽസും ഇവിടെ നമുക്കൊരു നോട്ട് ആപ്പിൽ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ നിങ്ങളുടെ വോയിസ് അനുസരിച്ച് ഡിറ്റക്ഷൻ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറയുന്നത്. എന്തിനാണ് വാച്ചിൽ ഈ നോട്ട് ആപ്ലിക്കേഷൻ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ നമ്മളെപ്പോലെ കുറേയധികം കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടാവും. അവർ ഒരു സിംഗിൾ ക്യാമറയിലൊക്കെ അല്ലെങ്കിൽ സിംഗിൾ ഐഫോണായിരിക്കും വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. സോ ആ ഓരോ വീഡിയോസിൻ്റെയും സ്ക്രിപ്റ്റ് ഐഫോണിൽ തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ഓരോ സ്ക്രിപ്റ്റും നമ്മളുടെ വാച്ചിൽ ആക്സസ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ ഷോട്ട് നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല. മില്യൺസ് ഓഫ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സാണ് ഈ പറഞ്ഞ നോട്ട് ആപ്ലിക്കേഷൻ ഇതേപോലെ പൊട്ടൻഷ്യലായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. അടുത്തതാണ് സ്ലീപ്പ് ആപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു വാച്ച് OS 26-ൽ നമ്മുടെ സ്ലീപ്പിൻ്റെ സ്കോർ ആക്സസ് ചെയ്യാൻ പറ്റും. നേരെ സ്ലീപ്പ് ആപ്പ് എടുക്കാം. സ്ലീപ്പ് ആപ്പ് എടുക്കുമ്പോൾ നമ്മുടെ ആ ഓരോ ദിവസത്തെയും ഉറക്കത്തിൻ്റെ ആ ഒരു ക്വാളിറ്റിയും ബാക്കിയുള്ള ഡീറ്റെയിൽസും വെച്ചുകൊണ്ടാണ് ഈ ഒരു സ്ലീപ്പ് സ്കോർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് സ്ലീപ്പ് സ്റ്റേറ്റസ് കാണാൻ പറ്റും. അതോടൊപ്പം സ്ലീപ്പ് ഡ്യൂറേഷൻ കാണാൻ പറ്റും. ആൻഡ് ഈ പറയുന്ന ലാസ്റ്റ് 14 ഡേയ്സിൻ്റെ ഒരു സ്ലീപ്പ് പാറ്റേണും നമുക്ക് കാണാൻ പറ്റും. ഇത്രയും ഡീറ്റെയിൽസ് നമ്മുടെ പുതിയ വാച്ച് ഓയ്സിൽ സ്ലീപ്പ് ആപ്പിൽ നമുക്ക് വന്നിട്ടുണ്ട്. സെയിം ഫീച്ചർ നമ്മുടെ ഐഫോണിലെ ഹെൽത്ത് ആപ്പിലും നമുക്ക് ആക്സസ് ചെയ്യാം. നേരെ ഹെൽത്ത് ആപ്പിലേക്ക് പോകാം. ഹെൽത്ത് ആപ്പിൽ നേരെ ഈ പറഞ്ഞ സ്ലീപ്പ് ഓപ്ഷൻ എടുക്കുമ്പോൾ ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഇവിടെയും നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. സോ വാച്ചും ഐഫോണും യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്ലീപ്പ് സ്കോർ എഫിഷ്യൻ്റ് ആയിട്ടും ഇംപ്രൂവ്ഡ് ആയിട്ടും നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി ഫോൺ ആപ്പ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഫോൺ ആപ്പിൻ്റെ ലുക്ക് ആപ്പിൾ മാറ്റിയിട്ടുണ്ട്. നേരെ ഫോൺ ആപ്പ് എടുക്കുമ്പോൾ iOS 26-ൽ കാണുന്ന പോലെ തന്നെ ഓരോ ഫേവറേറ്റ്സും നിങ്ങൾക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ തന്നെ ഫേവറേറ്റ് ആയ ആൾക്കാരെ ജസ്റ്റ് ഒരു ക്ലിക്കിൽ തന്നെ വിളിക്കാം. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ഫേവറേറ്റ് ആയ ആൾക്കാരും അതോടൊപ്പം റീസെൻറ്റ് കോൾസും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ഇവിടെ പൊക്കത്ത് നിങ്ങൾക്ക് കീപാഡ് ഉണ്ട്. ഈ പറഞ്ഞ ഡയൽ ക്ലിക്ക് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് എല്ലാ ഫോൺ കോൾസും ആക്സസ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഈ പറഞ്ഞ ഫോൺ ആപ്പിൽ വന്ന ഏറ്റവും നല്ല ചേഞ്ചാണ് ഈ പറഞ്ഞ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി വാച്ച് ആപ്പിൽ വന്ന ചേഞ്ച് നമുക്ക് നോക്കാം. നമ്മുടെ ഐഫോണിൽ വാച്ച് ആപ്പ് എടുക്കാം. ഇവിടെ രണ്ടാമത് കാണുന്ന ഫേസ് ഗാലറി എന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ എല്ലാ വാച്ച് ഫേസും ഓർഗനൈസ് ചെയ്ത് ഒരു ഫോൾഡറിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾ കാണാൻ പറ്റും. പുതിയ വാച്ച് ഫേസസ് ഇങ്ങനെ ന്യൂ വാച്ച് ഫേസ് എന്ന് കാണാം. അതോടൊപ്പം ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്, ഫോട്ടോസ്, ക്ലീൻ, ഡാറ്റ റിച്ച് എന്നിങ്ങനെ എല്ലാ വാച്ച് ഫേസും അതിൻ്റേതായ ഓരോ ഫോൾഡേഴ്സിലാണ് ആപ്പിലൂടെ ഓർഗനൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനും ഈ പറഞ്ഞ വാച്ച് ആപ്പിലും പറ്റുന്നുണ്ട്. ഈ ഓരോ വാച്ച് ഫേസിൻ്റെയും ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമായി അതേപോലെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക.
ഇതിലും ഇൻഡെപ്ത് വീഡിയോസും ഡീറ്റെയിലും നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ ചെയ്യാവുന്നതാണ്. ഇതേപോലെ നിങ്ങൾക്ക് എല്ലാ കാര്യം അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫേസ്ബുക്കിൽ കൂടെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്ന ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് എബിൻ സേവിയർ signing from Evika.